I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, ever, ever. No, 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 no. ഇന്ന് നമ്മൾ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് വേൾഡ് സ്ട്രീറ്റ് ആയിട്ടുള്ള ഓയ്മാക്സിലേക്കാണ്. ഫരീദാബാദിലെ സെക്ടർ 79-ലാണ് ഓയ്മാക്സ് ലിമിറ്റഡ് ഈ ഒരു സ്ട്രീറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് മെട്രോ വഴിയാണ് കേട്ടോ പോയത്. ബാറ്റ ചോക്ക് മെട്രോ വഴി നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു പ്ലേസിൽ എത്തിച്ചേരാൻ പറ്റും കേട്ടോ. ഏറ്റവും കുറഞ്ഞ രീതിയിലും ഏറ്റവും ഈസി ആയിട്ടും അങ്ങോട്ട് എത്തിപ്പെടാനുള്ള മാർഗം തന്നെയാണ് മെട്രോ വഴി. അങ്ങനെ നമ്മൾ ഫൈനലി ഈ ഒരു ലണ്ടൻ സ്ട്രീറ്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. കാണാനായിട്ട് ഭയങ്കര അടിപൊളി കൂൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വിസ ഫ്രീ ആയിട്ട് പാരീസ്, ലണ്ടൻ, ആംസ്റ്റർഡാം തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്തിയ ഒരു ചെറിയൊരു ഫീല് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും കേട്ടോ. വേൾഡ് ബെസ്റ്റ് ബ്രാൻഡ്സിൻ്റെ ഷോപ്സ് കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഷോപ്പിങ്ങിന് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു അനുഭവം തന്നെയായിരുന്നു ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ബിൽഡിങ്സിനൊക്കെ ഒരു പുറത്തുള്ള ബിൽഡിങ്സിന് ടച്ചസ് കൊടുക്കാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. അതുതന്നെയാണ് ഇതുകൊണ്ട് ഇവർ അർത്ഥമാക്കിയത്. ലണ്ടൻ സ്ട്രീറ്റ് മോഡലിൽ ഉണ്ടായിരുന്ന ടെലിഫോൺ ബൂത്ത് കാര്യങ്ങളൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇതുപോലെ ഓരോ സ്ട്രീറ്റിനെയും ഓരോ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഐറ്റംസ് ഒക്കെ ഇവരിവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 500 മോർ ബ്രാൻഡ് ഷോപ്സ് തന്നെ ഈ ഒരു കോംപ്ലക്സിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഫാഷൻ്റെ ഒരു അത്ഭുത ലോകം മുതൽ നല്ല അടിപൊളി ഇൻ്റർനാഷണൽ കസൈൻ വരെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഫാഷനബിൾ ആയിട്ടുള്ള വുഡി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു പ്രാവശ്യം വരാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ്. ഒരു ഫൺ ഡേ ഔട്ടിന് പറ്റിയ അടിപൊളി പ്ലേസ്. ലോ ബഡ്ജറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ള സ്റ്റുഡിയോ പോലത്തെ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ റേഞ്ചിലുള്ള ആൾക്കാർക്കും പോരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഈ ഒരു സ്ട്രീറ്റ് കാര്യങ്ങളൊക്കെ. കൂടാതെ ഇവിടെ നേപ്പാൾ സ്ട്രീറ്റ് അതുപോലെയുള്ള കാര്യങ്ങൾ, അവിടുത്തെ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. ഷോപ്സ് ആയാലും കാര്യങ്ങളായാലും ഒക്കെ ഒരു കൂൾ ആൻഡ് ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഫാൻസി ആൻഡ് അടിപൊളിയായിരുന്നു എല്ലാ ഷോപ്സും കാര്യങ്ങളും കാണാനായിട്ട്. ഇവിടെ ഒരു ഈഫൽ ടവറും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അവരത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മിസ്സായിപ്പോയി കേട്ടോ. ഫരീദാബാദിലൊക്കെ ഇപ്പം വെയിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ ആയിരുന്നു ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കടകളൊക്കെ തുറക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡേ ഔട്ടിനുള്ള മൊത്തം സംഭവങ്ങളുണ്ട് കേട്ടോ. ഒരു ഡേ മൊത്തം നടന്ന് കണ്ടാൽ മാത്രമേ ഇത് മൊത്തം നമുക്ക് ഒന്ന് കണ്ടു തീർക്കാൻ പറ്റുള്ളൂ. അത്രയും ഉണ്ടായിരുന്നു. എത്രയോ ഏക്കറിലായിരുന്നു ഈ ഒരു സംഭവം ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വന്ന സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ വന്നിട്ടൊരു 2 കൊല്ലം കഴിഞ്ഞതുകൊണ്ട് തന്നെ തിരക്കും കാര്യങ്ങളും, പിന്നെ നമ്മൾ വന്നത് രാവിലെ തന്നെ ആയതുകൊണ്ട് അത്ര ക്രൗഡഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ പറ്റി കേട്ടോ. പല ഇൻ്റർനാഷണൽ ബ്രാൻഡ്സിൻ്റെയും ഷോപ്സും കാര്യങ്ങളും ഒക്കെ എനിക്ക് അവിടെ കാണാൻ പറ്റിയിട്ടോ. എല്ലാ ഷോപ്സിനും തന്നെ ആ ഒരു രാജ്യത്തിൻ്റെ ഒരു ടച്ച് ഫീല് ഇൻറ്റീരിയറിൽ കൊണ്ടുവരാൻ അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു.
ഇൻറ്റീരിയലും മറ്റും കൊണ്ടുവന്നുള്ള ഈ ഒരു വ്യത്യസ്തതയാണ് ഇതിനെ വേൾഡ് സ്ട്രീറ്റ് ആയിട്ട് തന്നെ മാറ്റിയിട്ടുള്ളത്. കൂടാതെ ഇതിൽ സൈഡിലായിട്ട് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് വിലാസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെയുള്ളത് ഈ ഒരു ഡബിൾ ഡക്കർ ബസ്സാണ് കേട്ടോ. വീഡിയോയിലും കാര്യങ്ങളിലൊക്കെ കണ്ടുള്ള ഈ ഒരു ബസ്സിൻ്റെ ചെറിയ മാതൃകകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിലൊരു റൈഡും കാര്യങ്ങളൊക്കെ കുട്ടികൾക്കായിട്ട് സെറ്റാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിലൊരു അടിപൊളി കൂളായിട്ടുള്ള സൂപ്പർ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പുറത്തുള്ള ഒരു സ്ഥലത്തൂടെ പോകുമ്പോഴുള്ള എന്താണോ നമുക്കൊരു ഫീല് കിട്ടുക അത് തന്നെയായിരുന്നു ഇവിടെ വന്നപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് മൊത്തം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. ഓരോ ഭാഗങ്ങളും നടന്ന് കാണാൻ കുറച്ച് പാട് തന്നെയായിരുന്നു. 430 ഏക്കറിലാണ് ഈ ഒരു സ്ട്രീറ്റ് ഡെവലപ്പ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയും പാർട്ട് കഴിഞ്ഞിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ ഡെവലപ്ഡ് ആയിട്ട് വരുന്നേ ഉള്ളൂ. അതുകൂടെ വന്നു കഴിഞ്ഞാലാണ് ഇത് കംപ്ലീറ്റ് ആവുക. ഒരു 2-3 ഇയേഴ്സ് എടുത്തിട്ട് നടത്തുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. ഇന്ത്യയിൽ ഫരീദാബാദിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിക്കളഞ്ഞ ഒരു അടിപൊളി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ തന്നെയായിരുന്നു ഈ ഒരു ഇൻ്റർനാഷണൽ സ്ട്രീറ്റ് ഇവിടെ സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. OMAX ലിമിറ്റഡ് ഒരുപാട് ഡെവലപ്പേഴ്സിനെ വെച്ചിട്ട് സെറ്റപ്പ് ചെയ്തെടുത്ത ഒരു അടിപൊളി പ്രൊജക്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു വേൾഡ് സ്ട്രീറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ കേട്ടോ.